ഹലോ എവ്രി വൺ, വെൽക്കം ടു LK ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ സർവീസസ്. അപ്പം നമ്മൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൽ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ കണ്ടു, അതേപോലെ തന്നെ പ്രിയാമ്പിളിനെ കുറിച്ചും കണ്ടു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്തിനെ കുറിച്ചായിരിക്കും? കോൺസ്റ്റിറ്റ്യൂഷനിലെ അടുത്ത ഇമ്പോർട്ടൻറ്റ് എലമെന്റ്, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒരു ഇന്ത്യൻ സിറ്റിസണിന് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിന് വേണ്ടിയിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഫണ്ടമെന്റൽ റൈറ്റ്സ് എത്ര ഡീറ്റെയിൽ ടോപ്പിക് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഷോർട്ട് വീഡിയോയിൽ അത് മൊത്തം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് കമ്പാർട്ട്മെന്റ്സ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇൻട്രൊഡക്ടറി പാർട്ട്, അതേപോലെ തന്നെ അതിനെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇതായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻ ഡെപ്ത് ആയിട്ട് ഓരോ ഫണ്ടമെന്റൽ റൈറ്റ് എന്താണ്, അതിനെ സംബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താണ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ബിഗിൻ. ഇൻട്രൊഡക്ഷൻ. ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 12 to 35 ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടറിൽ പാർട്ട് 3. അതായത് നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ലെങ്തിയസ്റ്റ് അല്ലെങ്കിൽ ലോങ്സ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്സ് ആയി ഡിവൈഡ് ചെയ്തതിൽ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഓരോ പാർട്സിന്റെ അണ്ടറിലാണ് ഓരോ സ്പെസിഫൈഡ് ആർട്ടിക്കിൾസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്. ഇതിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 12 തൊട്ട് ആർട്ടിക്കിൾ 35 വരെയാണ് കോഡിഫൈ ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, പാർട്ട് 3 ഈസ് നോൺ ആസ് ദ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ. മാഗ്ന കാർട്ട ചിലർക്ക് അത് ഫെമിലിയർ ആയിട്ടുള്ള വേർഡ് ആയിരിക്കും, ചിലർക്ക് ആയിരിക്കില്ല. എന്തായാലും മാഗ്ന കാർട്ട എന്ന് പറയുന്ന വേർഡ് ആസ് യൂഷ്വൽ വന്നിരിക്കുന്നത് ഇംഗ്ലണ്ടിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ മാഗ്ന കാർട്ട എന്ന് പറയുന്നത് എന്താണ്? മാഗ്ന കാർട്ട മീൻസ് ദ സമ്മറി ഓഫ് ദ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് കോൾഡ് ആസ് മാഗ്ന കാർട്ട. അതായത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ബ്രീഫ് സമ്മറിയാണ് മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാഗ്ന കാർട്ട എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചൊരു ഹാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെയാണ് നമ്മൾ മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു മെയിൻ എലമെന്റ് തന്നെയാണ് അല്ലെ? കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൻസിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ സിറ്റിസൻസ്, വെദർ ഇറ്റ്സ് എൻ എക്സ്പാട്രിയേറ്റ് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഫണ്ടമെന്റൽ റൈറ്റ്സ് വേണം. നമുക്കൊരു ഫങ്ഷനിങ് ലൈഫ്, അതായത് നമുക്കൊരു ഇഷ്യൂസ് ഇല്ലാതെ അല്ലെങ്കിൽ നമുക്ക് എല്ലാത്തരം അവൈലബിലിറ്റിയോടുകൂടി നമുക്കൊരു രാജ്യത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് വേണം. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നമ്മളെ ഫ്രീ ആയിട്ടും നമ്മുടെ ഫ്രീ വില്ലിനായിട്ടും നമ്മളെ ജീവിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതും പ്രൊട്ടക്ട് ചെയ്യുന്നതും ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ മെയിൻ ഘടകമാണ്. കാരണം ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ മെയിൻ ഘടകമായിട്ട് കൂട്ടുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് തന്നെ ഇന്ത്യൻ സിറ്റിസൻസിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ നമുക്ക് ഇവിടുത്തെ ഫ്ലോറയോ ഫോനോ അല്ലെങ്കിൽ ബിൽഡിങ്സിനോ വേണ്ടി നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ബാക്കി എല്ലാ ഘടകങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും ഇന്ത്യൻ സിറ്റിസൻസിന് എന്ത് വേണം, അവർക്ക് എന്താണ് ആവശ്യം, അതൊക്കെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. അപ്പോൾ ബിക്കോസ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് പാർട്ട് 3, ഏത് പാർട്ടാണ് അറിയപ്പെടുന്നത്? പാർട്ട് 3 ആണ്. കാരണം അതിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ പാർട്ട് 3 ഈസ് നോൺ ആസ് മാഗ്ന കാർട്ട ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ. അപ്പോൾ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ വരെയാണ് എന്തിനാണ് മാഗ്ന കാർട്ട എന്ന് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒട്ടും സംശയം വേണ്ട, ഇറ്റ്സ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ലൈക്ക് ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പ്രിയാമ്പിൾ അറിയപ്പെടുന്ന കീ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതേപോലെ ചില വേർഡ്സ് ഉണ്ട്, ചില ആൾക്കാർ കോട്ട് ചെയ്തതായിക്കോട്ടെ, ചിലപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്ന വേർഡ്സ് ആയിക്കോട്ടെ, ചില ടെർമോളജി അല്ലെങ്കിൽ ചില കമ്പാർട്ട്മെന്റ്സിന് അല്ലെങ്കിൽ പാർട്സിന് അവർ പല പേരിട്ട് വിളിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് വന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 12 to 35 ആണ്. പാർട്ട് 3 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓൾസോ നോൺ ആസ് എന്താണ്? മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നുണ്ട്. ഇനി മാഗ്ന കാർട്ട എന്ന് പറയുന്നത് എന്താണ്? മാഗ്ന കാർട്ട എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷന്റെ സമ്മറിയാണ് മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. വാട്ട് ആർ ഫണ്ടമെന്റൽ റൈറ്റ്സ്? നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഫണ്ടമെന്റൽ റൈറ്റ് മാഗ്ന കാർട്ടയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് നമ്മൾ അറിയണം അല്ലെ? അപ്പം ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ദ ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് enshrined in Constitution of India which are guaranteed to all citizens.
അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം കോൺസ്റ്റിറ്റ്യൂഷനിൽ എൻഷ്രൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇറ്റ് പ്രൊവൈഡ്സ് ദാറ്റ് ഇസ് ഗ്യാരണ്ടി ടു ഓൾ സിറ്റിസൺസ് ഇൻ ഇന്ത്യ. എല്ലാ വ്യക്തികൾക്കുമുള്ള ഹ്യൂമൻ റൈറ്റ് അല്ലെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. എന്തില്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ. They are applied without discrimination on the basis of race, religion, gender, etc. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് ആരും സെഗ്രിഗേറ്റ് ചെയ്യുന്നില്ല. എന്തൊക്കെ ബേസിൽ സെഗ്രിഗേറ്റ് ചെയ്യുന്നില്ല? റേസ് ആയിക്കോട്ടെ, റിലീജിയൻ ആയിക്കോട്ടെ, ജെൻഡർ ആയിക്കോട്ടെ, എന്തും തന്നെ ആയിക്കോട്ടെ. ഇതൊക്കെയാണ് നമ്മൾ മെയിൻ സെഗ്രിഗേഷൻ പറയുന്നത്. ഈ ഒരു രീതിയിലുള്ള സെഗ്രിഗേഷൻ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റിൽ കാണില്ല. അൺലൈക്ക് മെൻ ഓർ വിമൻ, അൺലൈക്ക് എനി ജെൻഡർ, അൺലൈക്ക് എനി റേസ്, എനി ക്രീഡ്, എനി കാസ്റ്റ്, എല്ലാവർക്കും തുല്യമായി കിട്ടുന്നതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. Significantly, fundamental rights are enforceable by the court subject to certain conditions. നമുക്കറിയാം, അതായത് ഒരാളുടെ ഫണ്ടമെന്റൽ റൈറ്റ്, ആസ് വി ഹാവ് ഓൾറെഡി സെഡ്, ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ് ആണ്. കാരണം അത് ഓരോ സിറ്റിസൺസിനെയും അല്ലെങ്കിൽ ഓരോ വ്യക്തികളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും രീതിയിൽ ഇത് വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഇത് ഇൻഫ്രിഞ്ച് ചെയ്യപ്പെടുകയാണെങ്കിലും നമ്മൾക്ക് ഏത് വഴി നമുക്ക് അതിനുള്ള റിട്രസൽ കണ്ടെത്താം? നമുക്ക് കോർട്ട് വഴി റിട്രസൽ കണ്ടെത്താം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു രീതിയിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിന് വയലേഷൻ വന്നാൽ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ തന്നെ വിത്തിൻ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് വിത്തിൻ ദ പാർട്ട് 3 ഇറ്റ്സെൽഫ് നമുക്ക് എന്തുണ്ട്? റെമഡീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഓരോ വ്യക്തികൾക്കും ഡയറക്ട്ലി നമ്മൾ ബാക്കി ട്രയൽ പ്രൊസീജിയറിൽ കൂടെ പോകുമ്പോൾ നമ്മൾ ലോവർ കോർട്ട് വഴിയാണ് ഹയർ കോർട്ടിലേക്ക് പോവുക. പക്ഷെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് വയലേഷൻ വന്നാൽ നമുക്ക് ആ പ്രൊസീജിയർ ഫോളോ അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്ട്ലി ഹൈക്കോർട്ടിലേക്കോ അല്ലെങ്കിൽ സുപ്രീം കോർട്ടിലേക്കോ, ഇത് രണ്ടും നമുക്കറിയാം അപ്പെക്സ് ബോഡി ആയിട്ടാണ് നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ കൺസിഡർ ചെയ്യുന്നത്. ഹൈക്കോർട്ട് ആണെങ്കിൽ ഒരു സ്റ്റേറ്റ് ബേസിലും സുപ്രീം കോർട്ട് എന്ന് പറയുമ്പോൾ ഒരു ഹോൾ നേഷൻ ബേസിലും നമുക്ക് കോടതി തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ജുഡീഷ്യൽ ബോഡി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും രീതിയിൽ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് വയലേഷൻ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഡയറക്റ്റ് ആ ബോഡീനെ അപ്രൂവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആർട്ടിക്കിൾ 32ലും ആർട്ടിക്കിൾ 226ലും നമ്മുടെ റൈറ്റ് ടു ഗോ ടു ദ കോർട്ട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതും നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് മാത്രമല്ല പാർട്ട് 3 പ്രൊവൈഡ് ചെയ്യുന്നത്, അതിന് കൂടെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസും ഈ പാർട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് നമ്മൾ പാർട്ട് 3ക്ക് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. There are 7 fundamental rights in the Constitution, but as of now, there are only 6 fundamental rights in the Constitution. അപ്പോൾ ഇപ്പോൾ എന്താണ് നമ്മൾ അറിയുമ്പോൾ തന്നെ മുന്നെന്തായിരുന്നു എന്നും കൂടെ നമ്മൾ അറിയണം, അല്ലെ? അതുകൊണ്ട് തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 6 ഉണ്ട്, അതായത് 6 എണ്ണം ഉണ്ട്. പക്ഷെ ഇതിന് മുന്നേ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 7 എണ്ണം ഉണ്ടായിരുന്നു. 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഒരെണ്ണം റിമൂവ് ചെയ്യപ്പെട്ടു. പക്ഷെ എന്നാൽ കൂടി നമ്മൾ പ്രസന്റ് പഠിക്കുമ്പോൾ പാസ്റ്റ് നമ്പറും കൂടെ നമ്മൾ ഓർത്ത് വെക്കണം. എന്തായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നതും എന്താണ് ഇപ്പോൾ ഉള്ളതും നമ്മൾ അറിഞ്ഞിരിക്കണം. The 7th fundamental right there was the property right. അപ്പോൾ 7ാമത്തെ, അതായത് റിമൂവ് ചെയ്ത ഫണ്ടമെന്റൽ റൈറ്റ് എന്തായിരുന്നു? റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. However, this right was removed from the list of the fundamental rights by the 44th Constitutional Amendments. നമുക്കിനി അമെൻമെന്റ്സിനെ കുറിച്ച് മാത്രമായിട്ട് ഒരു ക്ലാസ് ഉണ്ടാവും എന്തായാലും. പക്ഷെ എന്നാൽ തന്നെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്പെസിഫൈഡ് അമെൻമെന്റ്സ് എപ്പോഴും കൂടെ പഠിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏത് അമെൻമെന്റിൽ എന്താണ് കൂടെ റിമൂവ് ചെയ്തതെന്ന്. അപ്പോൾ നമ്മുടെ 7ാമത്തെ ഫണ്ടമെന്റൽ റൈറ്റ് റിമൂവ് ചെയ്ത അമെൻമെന്റ് ഏതായിരുന്നു? 44th Constitutional Amendment. അതിലൂടെയാണ് നമ്മുടെ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ് റിമൂവ് ചെയ്തത്. This was because this right proved to be a hindrance towards attaining the goal of socialism and redistributing wealth, property equitable among people. നമുക്കറിയാം സ്വാതന്ത്ര്യത്തിന് ശേഷം, അതായത് ഓരോ സ്റ്റേറ്റ് ഫോം ചെയ്ത് കഴിഞ്ഞിട്ടും നമുക്ക്, അതായത് ഈ ജമീന്ദാർസ് അല്ലെങ്കിൽ ഇപ്പോൾ ഫ്യൂഡൽ ലോർഡ്സ്, അതേപോലെ കിങ്സ്, അങ്ങനെ പലരും പ്രോപ്പർട്ടീസ് ഹോൾഡ് ബാക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അതായത് നമുക്ക് വെൽത്ത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, ആരിലും ഒരു ഇൻഇക്വാലിറ്റി ഉണ്ടാവാതിരിക്കാൻ പല പ്രോപ്പർട്ടീസും ഇപ്പോൾ നമ്മൾ തിരുവിതാംകൂർ എടുക്കുകയാണെങ്കിലും ഏത് രാജവംശം എടുക്കുകയാണെങ്കിലും ചില ആൾക്കാർ ചില പ്രോപ്പർട്ടീസ് ഹോൾഡ് ബാക്ക് ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ ഗവൺമെന്റ് കണ്ടുകെട്ടിയിട്ട് ഇത് സാധാരണക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം തുടക്കത്തിലുണ്ടായിരുന്നു. നമുക്കറിയാം EMS ഉണ്ടായിരുന്ന സമയത്താണ് ലാൻഡ് റിഫോം ബില്ല് വന്നത്. അതേപോലെ തന്നെ അതിനെ തുടർന്ന് കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നത്. പെർവി പെർസ്യൂ എന്ന് പറഞ്ഞ ഇന്ദിരാഗാന്ധി ലോഞ്ച് ചെയ്ത വേറൊരു ഇതുണ്ടായിരുന്നു. അതിനൊക്കെ ഭയങ്കരമായിട്ട് ഒപ്പോസിഷൻ ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത്. ഒബ്വിയസ്ലി അത് ഉണ്ടാവും. കാരണം
ആർക്കും നമ്മുടെ സ്വന്തമായിട്ടുള്ള ലാൻഡ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ ആ ഒരു ഇഷ്യൂ റൈസ് ചെയ്തിരുന്ന സമയത്ത് ഈ ഫണ്ടമെന്റൽ റൈറ്റ് ടു പ്രോപ്പർട്ടി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കുറേ ബാരിയേഴ്സ് ഉണ്ടായിരുന്നു. അത് നമ്മുടെ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് സോഷ്യലിസം, അതായത് സോഷ്യലിസ്റ്റിനും അതേപോലെ തന്നെ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോപ്പർട്ടിയുടെ കാര്യം വന്നപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഫണ്ടമെന്റൽ റൈറ്റ് നിലനിൽക്കുമ്പോൾ ഈ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് 44th അമെൻമെന്റിൽ നമുക്ക് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ് റിമൂവ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ അതാണ് അതിന്റെ റീസണും എന്താണ് അതിന്റെ പാസ്റ്റ് എന്നുള്ളത്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് പാർട്ട്. അപ്പോൾ എത്ര ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ടായിരുന്നു? നമുക്ക് 7 ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എത്ര എണ്ണം ഉണ്ട്? ഇപ്പൊ നമുക്ക് 6 ഉള്ളൂ. ഏത് അമെൻമെന്റിലാണ് ആ 7th വൺ റിമൂവ് ചെയ്തത്? 44th അമെൻമെന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ 44th അമെൻമെന്റിലായിരുന്നു നമ്മൾ ആ 7th ഫണ്ടമെന്റൽ റൈറ്റ് റിമൂവ് ചെയ്തത്. Fundamental rights are called conscience or conscience of the Constitution because they are very important for citizens and they ensure a decent livelihood for all citizens. അപ്പോൾ നമ്മൾ ഈ ഹൈലൈറ്റഡ് വേർഡ് ഓർത്തു വെക്കണം. കാരണം നമുക്ക് എന്തുകൊണ്ടാണ് ഈ വേർഡ് ഹൈലൈറ്റ് ചെയ്ത് ഓർത്തു വെക്കണം എന്ന് പറഞ്ഞത്? ഈ വേർഡ് ഞാൻ പറഞ്ഞ പോലെ ചില കീ വേർഡ്സ് അല്ലെങ്കിൽ കീ ഡെഫിനിഷൻ ഓഫ് ഈച്ച്, അതായത് ഇപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് മാഗ്ന കാർട്ടയാണ്, പ്രിയാമ്പിൾ എന്ന് പറയുന്നത് കീ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നൊക്കെ പറയുന്ന ഈ കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് വൺ വേർഡ് ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ ചില ടെർമോളജി ചില രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർത്തു വെക്കണം. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റിനെ വേറെ എന്തായിട്ട് വിളിക്കുന്നുണ്ട്? ഫണ്ടമെന്റൽ റൈറ്റ് ഇസ് ഓൾസോ നോൺ ആസ് കോൺസൈൻസ് അല്ലെങ്കിൽ കോൺഷ്യൻസ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ഓരോ സിറ്റിസൻസിന്റെയും എന്ത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്? ഓരോ ഇന്ത്യൻ സിറ്റിസൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ വന്നിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും എന്ത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്? അവരുടെ ലൈവ്ലിഹുഡ്, അവരുടെ ഡീസന്റ് ലൈവ്ലിഹുഡ്, എ പ്രോപ്പർ ലൈഫ് സ്റ്റൈൽ എല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇക്വാലിറ്റി ഉണ്ടെങ്കിലേ നമുക്ക് ഒരുമിച്ച് തുല്യരായിട്ട് ഒരു രാജ്യത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ റിലീജിയൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ നമുക്ക് തുല്യത ഫീൽ ചെയ്യുള്ളൂ. നമുക്കെല്ലാവർക്കും ഡിഗ്നിഫൈഡ് ലൈഫ് ജീവിക്കുമ്പോഴേ നമുക്ക് നമ്മുടെ അപ്പുറത്തും നമ്മുടെ ഇപ്പുറത്തുള്ള വ്യക്തികളിൽ നമുക്ക് അധികം സെഗ്രിഗേഷൻ ഇല്ലാന്നും നമ്മുടെ ഗവൺമെന്റ് കീഴിൽ അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കീഴിൽ നമ്മളെല്ലാവരും ഒന്നാണെന്ന് ഫീൽ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ലൈവ്ലിഹുഡ് എന്ന് സ്പെസിഫൈ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റിനെ കൺസൈൻസ് അല്ലെങ്കിൽ കോൺഷ്യൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് തന്നെ നമ്മൾക്ക് ഓരോ വ്യക്തികൾക്കും ഒരു ഡിഗ്നിഫൈഡ് അല്ലെങ്കിൽ ഡീസന്റ് ലൈവ്ലിഹുഡ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫണ്ടമെന്റൽ റൈറ്റ് കൂടെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് കോൺസൈൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. The fundamental rights of the Indian Constitution are borrowed from the US Constitution. നമ്മുടെ ഇൻട്രഡക്ടറി പാർട്ടിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ബാഗ് ഓഫ് ബോറോയിങ് എന്ന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ്? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ കമ്പാരിറ്റീവ്ലി ബാക്കി ഏത് രാജ്യങ്ങൾ എടുക്കുമ്പോഴും നമുക്കറിയാം നമ്മുടെ രാജ്യം ഫോർമുലേറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. കാരണം 100ഓളം വർഷം ബ്രിട്ടീഷിന്റെ കീഴിലായതുകൊണ്ട് തന്നെ വി ഹാഡ് ടു ടേക്ക് ദ ബേബി സ്റ്റെപ്സ്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തു നമുക്ക് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബെസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഇന്ത്യൻ സിറ്റിസൻസിന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നമ്മുടെ ലോ മേക്കേഴ്സ് എന്ത് ചെയ്തിരുന്നു? പല രാജ്യങ്ങളിൽ നിന്നും അവരുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അവരുടെ റെഫറൽ റൂളിംഗ് ഇതൊക്കെ നമ്മൾ റെഫർ ചെയ്തിട്ടാണ് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയത്. അപ്പോൾ നമ്മളോട് എപ്പോഴും പറയും, നമ്മൾ അസൈൻമെന്റ്സ് എഴുതുമ്പോഴും പ്രോജക്റ്റ് എഴുതുമ്പോഴും നമ്മൾ എന്തിൽ നിന്നെങ്കിലും റെഫറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു മൂവി എടുക്കുകയാണെങ്കിൽ പോലും നമ്മൾ എന്തെങ്കിലും റെഫറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മെൻഷൻ ചെയ്യണം. അത് അവർക്ക് കൊടുക്കുന്ന ഒരു എന്താ പറയുക ഡിഗ്നിഫൈഡ് റെക്കഗ്നിഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരിക്കലും മറച്ചു വെക്കുന്നില്ല നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പല രാജ്യങ്ങളിൽ നിന്ന് റെഫർ എടുത്തു എന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഓരോ എലമെന്റ്സ് നമ്മൾ ഓരോ രാജ്യങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ബാഗ് ഓഫ് ബോറോയിങ് എന്ന് പറയുന്നത്. ഈ ബാഗ് ഓഫ് ബോറോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഐഡിയോളജീസും ഓരോ സ്ട്രാറ്റജീസും പലതും നമ്മൾ പല രാജ്യങ്ങളിൽ നിന്ന് റെഫറൻസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പാർലമെന്ററി സിസ്റ്റം ആയിക്കോട്ടെ, നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം ആയിക്കോട്ടെ, ഈവൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിക്കോട്ടെ, ഇതിനൊക്കെ നമ്മൾക്ക് ഓരോ റെഫറൻസ് നമ്മൾ ഓരോ രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ ഏത് രാജ്യത്തിൽ നിന്നാണ് നമ്മൾ റെഫറൻസ് എടുത്തിരിക്കുന്നത്? US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഐഡിയ അല്ലെങ്കിൽ സ്ട്രാറ്റജി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. 6 fundamental rights in the Indian Constitution are. അപ്പോൾ ഇനി നമുക്ക് ഏതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതിന്റെ ഓർഡറും ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് അത് മെൻഷൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. റൈറ്റ് ടു ഇക്വാലിറ്റി, ആർട്ടിക്കിൾ 14 ടു ആർട്ടിക്കിൾ 18. ആർട്ടിക്കിൾ 14 തൊട്ട് ആർട്ടിക്കിൾ 18 റൈറ്റ് ടു ഇക്വാലിറ്റിയെ കുറിച്ച് പറയുന്നത്. ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. റൈറ്റ് ടു ഇക്വാലിറ്റിയുടെ അണ്ടറിൽ തന്നെ നമുക്ക് ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതാണ് 14, 15, 16, 17, 18 എന്നൊക്കെ പറഞ്ഞ് മെൻഷൻ ചെയ്യുന്നത്. Right to freedom, Article 19 to 22. Right against exploitation, Article 23 to 24. Right to freedom of religion, Article 25 to 28. Cultural and educational right, Article 29 to 30.
റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി, ആർട്ടിക്കിൾ 32. ഇതാണ് ബേസ് ക്രസ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോന്നും നമ്മൾ സ്പെസിഫൈ ആയിട്ട് പഠിക്കും. അപ്പോൾ നമ്മുടെ 6 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗേൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലിജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇതാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് ഇന്ന് പഠിച്ച ക്ലാസ്സിനെ റെഫർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇന്ന് പഠിച്ച ക്ലാസ്സിൽ നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ കോൾഡ് ആസ് ഡാഷ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഇതിൽ ആൻസർ? ഓപ്ഷൻസ് ആർ ലൈഫ് ലൈൻ, കൺസൈൻസ്, എസൻസ്, കോർ. ഇതിൽ ഏത് വേർഡ് ആയിരിക്കും? നമുക്ക് ഈവൻ ദോ ഇതൊക്കെ റിലേറ്റബിൾ ആണെങ്കിലും ഏതാണ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുന്ന വേർഡ്? അത് കൺസൈൻസ് ആണ്. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ കോൾഡ് ആസ് കൺസൈൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. Second one, the Indian Constitution does not recognize dash rights as fundamental rights. Indian Constitutionൽ ഏത് റൈറ്റ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാത്തത്? അപ്പൊ നമ്മുടെ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? എഡ്യൂക്കേഷൻ, ഇക്വാലിറ്റി, പ്രോപ്പർട്ടി, ലിബർട്ടി. അപ്പൊ നമുക്കറിയാം എഡ്യൂക്കേഷൻ നമ്മൾ അംഗീകരിച്ചിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, ഇക്വാലിറ്റി അംഗീകരിച്ചിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഏതാണ് അപ്പോൾ ഇല്ലാത്തത്? പ്രോപ്പർട്ടി ആണ്. ലിബർട്ടി അടക്കം എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ റെക്കഗ്നൈസ്ഡ് ആണ്. ഈ പ്രോപ്പർട്ടി മാത്രമാണ് 44th അമെൻഡ്മെന്റിൽ റിമൂവ് ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് പ്രോപ്പർട്ടി ആണ് അതിന്റെ ആൻസർ. തേർഡ് വൺ, ആർട്ടിക്കിൾ 19 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് റൈറ്റ്. അപ്പോൾ ആർട്ടിക്കിൾ 19 ഏത് ഇതാണ് പറയുന്നത്, അല്ലെങ്കിൽ ഏത് ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 19 പറയുന്നത്? ഓപ്ഷൻസ് ആ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി, അത് നമുക്കറിയാം ഓൾറെഡി ആർട്ടിക്കിൾ 32 ആണ്. Right against exploitation, right to freedom of speech and expression, right to freedom of religion. അപ്പോൾ ഇതിൽ ഏതാണ് ആർട്ടിക്കിൾ 19 പറയുന്നത്? റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ആൻസർ പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഈ ക്വസ്റ്റൻ ആൻസർ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഫോർത്ത് വൺ, fundamental rights in the Indian Constitution have been taken from the dash. അപ്പോൾ ഏത് കോൺസ്റ്റിറ്റ്യൂഷന്റെ റെഫറൻസ് ആണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എടുത്തത്? Options are Russian Constitution, US Constitution, British Constitution and option D, Act of 1935. ഏതിൽ നിന്നാണ് റെഫറൻസ് എടുത്തത്? ഇറ്റ് ഈസ് US Constitution. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഇത്രയാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുക. ഇത് ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച്. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഓരോ ഫണ്ടമെന്റലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ until we see in our next video, all the best and prepare well.